വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഒരാൾ തൻ്റെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി മാത്രമായി സ്വന്തം കയ്യിലുള്ള നേർച്ച ഇടുന്നത് പോലെ പൈസ കൊടുക്കുന്ന പരിപാടിയാണ്. അത് പൂർണ്ണമായും ആൻഡ് പ്യുവർലി അത് വിശ്വാസപരമാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് ഒരു പരിധി കവിഞ്ഞ് കൈ കടത്തുക എന്ന് വെച്ചാൽ പിന്നെ ഈ പറയുന്ന മതവിശ്വാസത്തിൻ്റെ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. എല്ലാവരും ഇതിനെ നിഷ്കളങ്കമായി കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനകത്തും നോൺ ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ. ദേവസ്വം ബോർഡിനകത്ത് ആരെല്ലാം ദേവസ്വം ബോർഡിൻ്റെ പൈസ എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിന് മാത്രം പൈസയാണോ? ശബരിമല തീർത്ഥാടനം നടപ്പിലാക്കാൻ പൊതുഖജനാവിൽ നിന്ന് എത്ര പൈസ ഒരു വർഷം ചിലവഴിക്കുന്നുണ്ട്? പല തീർത്ഥാടനങ്ങളും കേട്ടോ. ശബരിമല ഹിന്ദു മാത്രമല്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തീർത്ഥാടനങ്ങളുടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി മാത്രമായി പൊതുഖജനാവിൽ നമ്മൾ എന്തുമാത്രം പൈസ മുടക്കുന്നുണ്ട്. വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി സ്റ്റേറ്റ് എന്തുമാത്രം പൈസ മുടക്കുന്നുണ്ട്. അതിപ്പോൾ ഭീമാപ്പള്ളി ഉറൂസായാലും അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട ചർച്ചകളിലെ വലിയ പരിപാടികളിലൊക്കെ തന്നെയും സ്റ്റേറ്റിന് ചിലവുണ്ട്. അപ്പോൾ പൊതുഖജനാവിലെ പണം എടുത്തതിനെല്ലാം മുടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പൗരന്മാർക്കും അതിൽ തുല്യാവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ പള്ളികളുടെയും എല്ലാ ചർച്ചിൻ്റെയും എല്ലാ ദേവസ്വത്തിൻ്റെയും അധികാരത്തിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വിശ്വാസികളല്ലാത്ത ആളുകൾ, അപ്പുറത്തെ മതത്തിൽ നിന്നുള്ള ആളുകൾ, അവരെല്ലാവരും വന്നിരിക്കട്ടെ എന്ന തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തിയറി അവർ സമ്മതിക്കുമോ? മറ്റേത് വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഒരാൾ തൻ്റെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി മാത്രമായി സ്വന്തം കയ്യിലുള്ള നേർച്ച ഇടുന്നത് പോലെ പൈസ കൊടുക്കുന്ന പരിപാടിയാണ്. അത് പൂർണ്ണമായും ആൻഡ് പ്യുവർലി അത് വിശ്വാസപരമാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് ഒരു പരിധി കവിഞ്ഞ് കൈ കടത്തുക എന്ന് വെച്ചാൽ പിന്നെ ഈ പറയുന്ന മതവിശ്വാസത്തിൻ്റെ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ കോടതി അതിനകത്ത് ശരിയാമണ്ണം ഇടപെടാൻ ശ്രമിച്ചാൽ ഇത് നിലനിൽക്കില്ല എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. പ്രതിപക്ഷം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റും സമ്മതിക്കാതെ ഞങ്ങൾ തീരുമാനിക്കുക ഒരു 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 മതവും ആ മതത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അവരോട് ചോദിക്കണ്ടേ? ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഗസ ഞങ്ങൾ ഒഴിപ്പിച്ചിട്ട് അവിടെ റിസോർട്ട് കിട്ടാൻ പോകണമെന്ന് ഇദ്ദേഹം ഒറ്റയ്ക്ക് അവരിൽ നിന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. അതിപ്പോൾ അവരോട് ചോദിക്കണ്ടേ? അവരോട് തീരുമാനിക്കണമല്ലോ ഇത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരു സംഗതിക്കകത്ത് സ്റ്റേറ്റ് ഇടപെട്ട് ഒരു പരിധി കവിഞ്ഞ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ അവരോട് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കുക എന്ന് പറയുന്ന സാമാന്യമായ ഒരു സംഗതി ഉണ്ടല്ലോ, അതുണ്ടായിട്ടില്ല. അപ്പോൾ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ പുരോഗമനത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അവരൊരുപാട് പിന്നിലാണ്, കംപ്ലീറ്റ് അനീതിയാണ്, അത് പരിഹരിക്കണം. അതുകൊണ്ട് മുത്തലാഖ് ഞങ്ങൾ കൊണ്ടുവന്നു. നോക്കൂ, മുത്തലാഖ് മുസ്ലിം സമുദായത്തിന് വലിയ ഗുണമുണ്ടാക്കി. എന്ന് വെച്ചാൽ ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്ത് എല്ലാ മതത്തിനകത്തും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിനകത്ത് മാത്രം വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടുത്തെ പുരുഷന്മാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരിക. ജയിലിൽ പോയി കിടന്നിട്ട് പിന്നെ അവർ അവിടെ നിന്ന് ചെലവിന് കൊടുക്കേണ്ടി വരിക. അവർക്ക് മാത്രമായി ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ, അവർക്ക് മാത്രമായി ജയിൽവാസങ്ങൾ. പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ എല്ലാത്തിനകത്തും കൊണ്ടുവരാൻ പറ്റണം. അതിപ്പം സിവിൽ കോഡ് കൊണ്ടുവന്നോട്ടെ. എല്ലാത്തിനെയും കൂടി മാറ്റിമറിക്കാൻ ആധുനികവും മാനവികവുമായി ഒന്നും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരട്ടെ. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം നവീകരിക്കലാണ്, ഒരു പ്രത്യേക വിഭാഗം മാത്രം മൊത്തം അനീതിയുടെ കടലിലാണ്, അവരെ രക്ഷിക്കലാണ്, അവരുടെ അനീതിയിൽ നിന്ന് ആരെ രക്ഷിക്കലാണ് പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ശുദ്ധമായ വർഗീയതയാണ്. ആ വർഗീയതയാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത്. അതിന് വഖഫ് ബോർഡ് മൊത്തം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങളുടെ വീട്ടിലും വഖഫ് ബോർഡ് കൊണ്ടുവന്ന് തൂണ് നാട്ടാം, അവരുടെ ബോർഡ് വെക്കാം, സൂക്ഷ്മത വേണമെന്ന് പറഞ്ഞ ഒരു പ്രചാരണം വരെ നടക്കുന്നുണ്ട്. ആ പ്രചാരണം ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിലടക്കം ഒരുപാട് പേര് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്തൊരു കോടതി പരിശോധന ഉണ്ടാവട്ടെ, നീതിപൂർവമായ ഇടപെടലുണ്ടായിട്ട് കോടതി പറയട്ടെ ഇത് ശരിയോ തെറ്റോ എന്ന്. അല്ലാതെ ഇപ്പോൾ നമുക്കടുത്തൊന്നും ചെയ്യാനില്ല ഇനി.